എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് നമ്മിൽ ഒരു വിശ്വാസം, അതിന് പരിപൂർണമായ ഒരു ആത്മവിശ്വാസം തന്നെ ഉണ്ടായിരിക്കണം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റൂ, എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ പറ്റൂ, അതുപോലെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താനും പറ്റൂ. അപ്പോൾ പരിഹാരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ മനസ്സും അത്രയും ശാന്തമായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ സ്റ്റേജിലൊരു പാട്ട് പാടാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നാടകം അഭിനയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ വല്ല കലാപരിപാടികളും സംഘടിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ പിറകിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളാദ്യം അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അതെന്താണ് സംഭവം, എങ്ങനെ അത് ക്യാരി ഔട്ട് ചെയ്യാം, ഹൗ ടു ക്യാരി ഔട്ട് ദാറ്റ് പ്രോഗ്രാം, എങ്ങനെ അത് നടത്തിക്കാം എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ ഒന്നാമത് അറിവ്. രണ്ടാമത് ഏത് സാഹചര്യത്തിൽ അത്തരം പരിപാടി നടത്താൻ പറ്റും, അല്ലെങ്കിൽ അത്തരമൊരു കാര്യപരിപാടി സംഘടിപ്പിക്കാൻ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഏതൊരു സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കൂട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഒരുക്കങ്ങൾ അതിനു വേണ്ടി, മുന്നൊരുക്കങ്ങൾ എന്ന് പറയും നമ്മൾ, അല്ലേ? മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ വേണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ഞാനൊരു പാട്ട് പാടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പാട്ട് ഭംഗിയായിരിക്കണം, അല്ലേ? അവിടെ സദസ്സിലാർക്കും അത് കേൾക്കുമ്പം അയ്യോ ചേ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് നമ്മൾ ആ പാട്ട് പഠിക്കണം. പാട്ട് കൃത്യമായിട്ട് സ്വര ശുദ്ധമായിട്ട് എല്ലാ അതിനു വേണ്ട ചേരുവകളും ചേർത്ത് ഭംഗിയായി എങ്ങനെയാണ് പാട്ടുള്ളതെന്ന് ആദ്യം നമ്മൾ പലതവണ കേൾക്കണം. ഓരോ തവണ കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഓരോ ചെറിയ ചെറിയ സംഗതികൾ നമുക്ക് പിടുത്തം കിട്ടും, മനസ്സിലാവും. അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ പാടി നോക്കുമ്പോൾ എവിടേക്കാണ് പിഴവുകൾ വരുന്നത് എന്ന് വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടും. നമ്മുടെ തുടക്കം എവിടെയാണ്? അപ്പോൾ എന്താണ് ആ പാട്ട്, ആ പാട്ടിൽ എന്താണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്, എവിടെയൊക്കെയാണ് അതിൻ്റെ സംഗതികൾ വരുന്നത്, അതുപോലെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുവെ സംഭവിക്കുന്ന തെറ്റുകൾ എവിടേക്കാണ്. അപ്പോൾ ആ വശങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ കൃത്യമായ അറിവ്, ഒരു പാട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കൃത്യമായ അറിവുണ്ടായിരിക്കണം. അപ്പം ഈ അറിവുണ്ടായിരിക്കുമ്പം നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ആത്മവിശ്വാസം വരും. ഇതിനെക്കുറിച്ചുള്ള അറിവാണ് നമ്മളെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ എത്തിച്ചേരും. ആ ആത്മവിശ്വാസം വെച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സദസ്സിനെ നോക്കി നിങ്ങൾക്ക് പാടാൻ സാധിക്കും. ഈ പാട്ട് പാടുക, പാട്ടിനെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നതോടൊപ്പം പാട്ട് പാടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മൈക്ക് ഉപയോഗിക്കേണ്ടത്, മൈക്ക് എങ്ങനെ പിടിച്ചാലാണ് കൃത്യമായിട്ട് അതിൻ്റെ വ്യക്തമായ ശബ്ദം കിട്ടുക. അതുപോലെ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കരോക്കെ സംഗീതം അല്ലെങ്കിൽ ഓർക്കസ്ട്ര ആരെയും വായിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം അത് ഇഴുകിച്ചേരണം. പിന്നെ വോളിയം, ആ പാട്ടിൻ്റെയും നമ്മൾ പാടുന്നതിൻ്റെയും
ആ സംഗീതവും എത്രമാത്രം ഒച്ചത്തിൽ വെച്ചിരിക്കണം, വോളിയം നമ്മൾ കൂട്ടിയിരിക്കണം അല്ലേ, ശബ്ദത്തിൽ പാടണം. നമ്മൾ പാട്ട് ശബ്ദം കൂട്ടണോ അതിൻ്റെ വോളിയം കുറയ്ക്കണോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ശ്രുതി അതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. നീ ഡിയിലാണോ സിയിലാണോ ഏതിലാണ് പാടുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. നമ്മളൊരു സിയിലോ ഡിയിലോ പിടിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ അതിലായിരിക്കണം, അതിൽ തന്നെ ആയിരിക്കണം പാടേണ്ടത്. ഒരുപക്ഷെ അത് ആരോഹണം അവരോഹണം വരുമ്പോൾ ആ ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ വിട്ട് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊരു പാട്ടിൻ്റെ മാത്രം. അതുപോലെ നാടകമാണെങ്കിലും നാടകത്തിൽ ഒരു രംഗത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ ആ കഥാപാത്രം നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് അലിഞ്ഞു ചേരണം, ഇഴുകിച്ചേരണം. അതിനിടയിൽ നമ്മൾ ഒരിക്കലും ഞാൻ സുരേഷാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഒരിക്കലും വരാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റൊരു ശ്രദ്ധിക്കുന്നു, അങ്ങനെയല്ല. ആ ഒരു കഥാപാത്രം പിന്നെ അതിൻ്റെ ഡയലോഗ് അത് എഴുതിയ ആൾ ഡയറക്ടറൊക്കെ നമുക്ക് പറഞ്ഞു തരും, എങ്ങനെ അഭിനയിക്കണമെന്ന് അവരൊരു ഐഡിയ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞിട്ട് എങ്ങനെ അഭിനയിച്ചാലും ആദ്യമായിട്ട് ആ കഥാപാത്രമാണ് നിങ്ങളെന്ന വിശ്വാസം, അല്ലെങ്കിൽ ആ കഥാപാത്രമാവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിൽ ഉറച്ചാൽ മാത്രമേ നമുക്ക് ആ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ പറ്റൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അറിവ്. അപ്പോൾ ശരിയായ അറിവ് അതിനെക്കുറിച്ചുള്ള, ഒരുപക്ഷെ നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും ഉള്ള കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കേണ്ടി വരും. ഒരുപാട് വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ഒബ്സർവേഷനാണ് ഇതിൻ്റെ ശരിയായ വേർഡ്. നിരീക്ഷിക്കണം. പിന്നെ അവരുടെ ഓരോ സ്വഭാവ രീതികളും അങ്ങനെയുള്ള കഥാപാത്രത്തെ എങ്ങനെ വേണം എന്ന് ഡയറക്ടർ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളണം. പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ മുഴുകിയിരിക്കണം, അല്ലാതെ നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വരരുത്. ഒരു നിമിഷം ഞാൻ കരുതാണ് ഞാൻ സുരേഷാണെന്ന് കരുതിയാൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും, തകർന്നു പോകും, വിജയിപ്പിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ആ വേഷപ്പകർച്ച അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളതായിരിക്കണം. നാടകം കഴിഞ്ഞ് പുറത്ത് സ്റ്റേജിൽ നിന്ന് നമ്മൾ വിട വാങ്ങുന്നവരെ അല്ലെങ്കിൽ തിരശ്ശീല വീഴുന്നവരെ നമ്മളെപ്പോഴും ആ കഥാപാത്രം തന്നെ ആയിരിക്കണം. ഇതൊരു കലാപരിപാടിയെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല റോളുകൾ ചെയ്യാറുണ്ട് അല്ലേ? മകൻ, സഹോദരൻ, അച്ഛൻ, അതുപോലെ അപ്പൂപ്പൻ, പല റോളുകളും നമുക്ക് ജീവിതത്തിൽ കിട്ടും. അമ്മാവനാവാം, പിന്നെ ഭർത്താവാം. അപ്പോൾ ആ റോളുകൾക്ക് നമ്മളൊരു ലിമിറ്റ് കണ്ടെത്തണം. ഞാൻ എങ്ങനെയുള്ള ഭർത്താവായിരിക്കണം? ഒരു ഭാര്യ വന്ന് കയറുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വേണം. അതനുസരിച്ചായിരിക്കണം നമ്മുടെ സംസാരം, പെരുമാറ്റം എല്ലാം. പെട്ടെന്നൊരു നിമിഷം നമ്മൾ ആ സ്വഭാവത്തെ മാറി പുറത്തു പോകുമ്പോൾ, അതായത് പിച്ച് ഔട്ട് ആകുമ്പോൾ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ആ രീതിയിൽ അച്ചടക്കം, അതേപോലെ തന്നെ കൃത്യനിഷ്ഠത, അതൊക്കെ നമ്മൾ പാലിച്ച് പോയാൽ മാത്രമേ ജീവിതം പോലും മുന്നോട്ട് വിജയപ്രദമായിട്ട് മാറ്റാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഓപ്പോസിറ്റ് സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരും. ഭാര്യയാവാം, മകളാവാം, അമ്മായിയമ്മയാവാം. അവരിൽ നിന്ന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് ചാടാതെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മളിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ തൽക്കാലം പറഞ്ഞെങ്കിലും നാളെ അത് നമ്മുടെ ഭാവിയിൽ അത് നമുക്ക് തന്നെ വിപത്തായിട്ട് വരും. നമ്മളെ പറ്റിയുള്ള അവർക്കുള്ളൊരു അഭിപ്രായം മാറിപ്പോകും. അപ്പോൾ അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ചിന്തിച്ചിട്ട് വേണം നമ്മളോരോ വാക്കുകളും പറയാം.
അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കണം. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. ഒരുപക്ഷെ നമുക്ക് തോന്നാം നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മളെക്കാട്ടും വിവരവും ബുദ്ധിയും കുറഞ്ഞ ആളാണ് എന്ന് കരുതി അദ്ദേഹത്തെ അവഹേളിക്കാൻ നമുക്ക് അവകാശമില്ല. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അവസരങ്ങൾക്കനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നമ്മുടെ റോളനുസരിച്ച് നമുക്ക് നിൽക്കണം. അച്ഛൻ നിൽക്കേണ്ടതല്ല മോൻ നിൽക്കേണ്ടത്, മോൻ നിൽക്കേണ്ട സ്ഥാനത്തല്ല അച്ഛൻ നിൽക്കേണ്ടത്, അപ്പൂപ്പൻ അങ്ങനെയല്ല, അമ്മയ്ക്ക് റോള് വേറെയാണ്. പൊട്ടിത്തെറിക്കാതെ വേണ്ടാത്തിടത്ത് നമ്മൾ പ്രതികരിക്കാതെ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവസരത്തിലും അനവസരത്തിലും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നതും തെറ്റാണ്. അതേപോലെ സത്യമേവ ജയതേ എന്ന് പറയില്ലേ, സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ. പക്ഷേ സത്യമായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും പലപ്പോഴും നമുക്ക് പ്രശ്നമായി വരും. നമ്മുടെ സത്യം പറയലുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേറെ ആർക്കും ദോഷമില്ലെങ്കിൽ തീർച്ചയായും ശരിയാണ്. അല്ലാതെ ഒരു തുറന്നു പറയൽ കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ആ ഒരു കള്ളം അല്ലെങ്കിൽ സത്യം പറയാതിരുന്ന ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാം രക്ഷപ്പെട്ടെന്ന് വരാം. അതുപോലെ കള്ളം പറയാൻ പാടില്ലെങ്കിലും ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ട് പ്രയോജനം ഇല്ലാതിരിക്കുകയും അതേപോലെ ചെറിയൊരു കളവ് പറഞ്ഞാൽ ഇതിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആ കളവോടെ പറഞ്ഞിരിക്കണം. ഭാര്യമാരോടും കാമുകിമാരോടും മക്കളോടൊക്കെ നമ്മൾ പറയാറില്ലേ, യു ആർ സോ സ്വീറ്റ്, അല്ലെങ്കിൽ നീ വളരെ സുന്ദരിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ പറയുന്നതിനൊക്കെ ഉദ്ദേശം എന്താണ്? അവരെ സംതൃപ്തരാക്കുക, സന്തോഷവതികളാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ ഒരുപക്ഷെ അവരെ മനസ്സിൽ അത്രയും സ്നേഹവും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രീതി, നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ജീവിതം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അറിയാത്ത കാര്യങ്ങൾ അറിയെന്ന് പറയുകയോ അതിനെപ്പറ്റി വേണ്ടാതെ കണ്ടതും കേട്ടതും സംസാരിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ അബദ്ധങ്ങളിൽപ്പെടും. അതുപോലെ നമുക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ഒരുപാട് സമയം പോയി. ഒരുപാട് വലിയ വീഡിയോ ഇട്ടാലും എല്ലാവർക്കും അത് മുഴുവൻ കേൾക്കാനുള്ളൊരു എന്താ പറഞ്ഞ ക്ഷമയുണ്ടാവില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ വരാം. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സുരേഷ് മനോർ, പൂനെ, സൈനിങ് ഓഫ്.